ആണ് സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി ഞാൻ നുണ പറയുന്നല്ല, സീരിയസ്ലി സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. നിങ്ങൾ ഞാൻ വെറുതെ പറയാം, ഫേക്ക് അല്ല അത്. നമുക്ക് ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തത്. ഞാൻ ജാസി എന്തൊരു ചെക്കപ്പ് കഴിഞ്ഞോ? ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ജാസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പൊന്നു സഖി ജാസി എന്ന് പറയുമ്പോഴായിരിക്കും കൂടുതലായിട്ട് ആൾക്കാർ അറിയുന്നത്. എന്തായാലും പുള്ളിക്കാരൻ്റെ കുറച്ച് റീൽസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് ജാസി പ്രഗ്നന്റ് ആണെന്നുള്ള രീതി കാണിച്ചിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങേറ്റം ചെറ്റത്തരമില്ലടെ ഇത്. ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ പേരുദോഷം കേൾപ്പിക്കുന്ന പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും കാണിക്കാതെ വളരെ മാന്യമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. എക്സാമ്പിൾ നാദറയുടെ ഒരു കേസ് എടുക്കാം. നാദറ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും കാണിച്ചിട്ട് നാദറ റീച്ച് ഉണ്ടാക്കാനൊന്നും നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ ജാസി കാണിക്കുന്ന ഈ ഒരു തോന്നിവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സകല സ്ത്രീകളെ വരെ അപമാനിക്കുന്ന പരിപാടിയാണ് ഇപ്പം ജാസി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പൊന്നു സഖിയുടെ വീഡിയോസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അതായത് ചുമ്മാ വന്നിരുന്ന് വൈറൽ പിടിക്കുവാണ്. അതായത് വെറുതെ അനാവശ്യമായിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് ജാസിക്ക് എങ്ങനെ ശരിക്കും പ്രഗ്നന്റ് ആകാൻ പറ്റും? അതിനെ പറ്റി ഒരു ബോധം ജാസിക്കില്ലേ? ഇവിടെ സർജറി ചെയ്ത ആൾക്കാർക്ക് പോലും അതിന് അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. പക്ഷെ ഇത് വെറുതെ അനാവശ്യമായിട്ടല്ലേ ഇത് ഇങ്ങനെ കാണിക്കുന്നത്? ഈ ഒരു പ്രഗ്നൻസി എന്നൊക്കെ പറഞ്ഞ ഒരു പവിത്രതയായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പല പല സ്ത്രീകൾ എത്രയോ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്നുണ്ട് ഒരു അമ്മയാകാൻ വേണ്ടിയിട്ട്. അവരെ എല്ലാവരെയും കൂടെ ആക്ഷേപിക്കുന്ന പരിപാടിയല്ലേ ഈ കാണിക്കുന്നത്? ഞാൻ കാത്തിരുന്നു കണി കണ്ട നാൾ മുതൽ കൺമണി. ഇതൊക്കെ ഒരു റീലായിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താണ്? മേ ബി നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം കാണാൻ, നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഞാൻ മാനിക്കുന്നു. പക്ഷെ ഒരിക്കലും ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കില്ല, ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ജാസിയെ പറ്റിയിട്ട് എവിടെയും വന്ന് വലിയ രീതിയിൽ കുറ്റങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വലിയ രീതിയിലുള്ള വീഡിയോസും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അത് മാത്രമല്ല, ഇവരുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് ഒക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയാണ്. അതും പല സ്ത്രീകളുമാണ് വന്നിരുന്ന് കമൻറ്റ് ഇട്ടേക്കുന്നത്. ജാസി എന്തൊരു ചെക്കപ്പ് കഴിഞ്ഞോ? അതായത് ശരിക്കും ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി ഇന്നീക്കുന്നതും നടക്കുന്നതും പോലെയൊക്കെയാണ് വന്നിരുന്ന് കാണിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് ഇതിൽ നിന്ന് എന്ത് സുഖമായിരിക്കും ഇവർക്ക് കിട്ടുന്നതെന്ന്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇവർ ശരിക്കും പ്രഗ്നന്റ് ആകുമോ? നിങ്ങൾക്കൊരു കുട്ടിയെ വേണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിന് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചിട്ട് എന്തിനാണ് വെറുതെ നാട്ടുകാരുടെ വെറുപ്പ് നിങ്ങൾ സമ്പാദിക്കുന്നത്? എല്ലാവരും ഡൗട്ടാണ്, ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നുണ പറയുന്നതല്ല, വെയിറ്റ് ആൻഡ് സീ. നുണ പറയുന്നതല്ല, വെയിറ്റ് ആൻഡ് സീ. എന്താണ് അതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് പറ. നിങ്ങൾ പ്രഗ്നൻ്റ് ആവുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് മെഡിക്കൽ മിറാക്കിൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ട്, അതിനകത്ത് പറയുന്നുണ്ട് പ്രസവിച്ചാൽ മാത്രമേ ഒരു കുട്ടിയുടെ അമ്മയാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ അത് ആ ഒരു കാര്യം നിങ്ങൾ തുറന്നു പറയുക. അല്ലാതെ ഇങ്ങനെയുള്ള കോമാളിത്തരം കാണിച്ചിട്ട് വെറുതെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ ഇന്നിതാ ചെക്കപ്പിന് വേണ്ടി വന്നാണ്. ചെക്കപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് എനിക്ക് ബോഡി ഭയങ്കര വീക്ക്. ഇപ്പോൾ എന്ത് ചെക്കപ്പ് കഴിഞ്ഞ് എന്ത് ശരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഈ വ്യക്തിയെ ഒരുപാട് പേര് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്ത് നല്ല രീതിയിൽ ഊക്കി വിടുന്നുണ്ട്. ആ വിടുന്നതിനകത്തെല്ലാം കാര്യമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ജാസി എല്ലാവരും കൂടി ഇങ്ങോട്ട് തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് പുള്ളിക്കാരൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആണായിട്ടോ അല്ലെങ്കിൽ പെണ്ണായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ജീവിതം മതി എനിക്ക് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കായാലും മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനിക്കുമ്പോൾ ഓരോ മനുഷ്യർക്ക് ഇങ്ങനെ ജനറ്റിക്കലി വരുന്ന ഓരോരോ കാര്യങ്ങളാണ്. അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അവർക്ക് അവരുടെ രീതിയിൽ ഇഷ്ടം പോലെ ജീവിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ തോന്നിവാസങ്ങൾ കാണിക്കരുത്. ഇതൊന്നും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ അമ്മയാവാൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിച്ച് നടക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അവരെയും കൂടെ ഒക്കെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു പരിപാടിയാണത്. സോ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളിങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി കഴിവ് നിർത്തുന്നതായിരിക്കും നല്ലത്. ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത് ഒരു കോമാളിത്തരമാണെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ ഒരു വീഡിയോ. അതായത് രേണുസുതിയായിട്ട് ഏതൊരു പരിപാടിക്ക് വന്ന സമയത്ത് എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങ് വൊമിറ്റ് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യുവാണ്. അതായത് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു സാധനം പബ്ലിക്കിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കുവാണ്. ഇത് ശരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മീഡിയാസുകാരായിക്കോട്ടെ ആൾക്കാർക്ക് ഇതൊക്കെ പ്രതികരിച്ചുകൂടെ? ഇവരിങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് മുഖത്തൊക്കെ ചോദിക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. ഇങ്ങനെ നാട്ടുകാരെ മൂച്ചിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇങ്ങനെ റീച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് സാധിക്കാനാണ്? കുറച്ച് ആൾക്കാരുടെ വെറുപ്പ് സമ്പാദിക്കും. ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാർ പോലും നിങ്ങളെ വന്ന് തെറി വിളിക്കും.
ഇനി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡോക്ടർ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജാസി എന്തൊരു ചെക്കപ്പ് കഴിഞ്ഞോ? എല്ലാവരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നോണ പറയുന്നതല്ല. ഈ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ സത്യത്തിൽ നല്ല വിഷമം തോന്നി. ഇതൊക്കെ കണ്ട് വിശ്വസിക്കുന്നവരെ ഓർത്ത് എത്ര കൂളായിട്ടാണ് അവരൊക്കെ വിഡ്ഢികളാക്കപ്പെട്ടത്. ഈ വീഡിയോ ചെയ്ത വ്യക്തിയുടെ അമ്മയാവാനുള്ള മനസ്സിന്റെ അവരുടെ ഇമോഷൻസ്, അവർ ലൈഫിൽ അനുഭവിച്ച സ്ട്രഗിൾസ്, ഇതിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഈ ചെയ്യുന്നതിനെ ന്യായീകരിക്കാനാവില്ല. കേട്ടല്ലോ, ഒരു ഡോക്ടർ പറയുന്നതാണ് ഇവർ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം മാനിക്കുന്നുണ്ട്, പക്ഷേ ഈ ചെയ്തത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊള്ളാം. ഇതൊക്കെ വിശ്വസിക്കുന്നവരറിയാം. കുഞ്ഞുണ്ടാവാനായിട്ട് ഒരു സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ളത് എഗ് അഥവാ അണ്ടം ഉൽപ്പാദിപ്പിക്കാനുള്ള ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു ഓവറിയും ആ കുഞ്ഞിനെ ചുമക്കാനായിട്ട് ഫംഗ്ഷനിങ് ആയിട്ടുള്ള യൂട്രസുമാണ്. കൂടാതെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹോർമോൺ വ്യവസ്ഥയും. കരള് ഹൃദയമൊക്കെ നമ്മൾ മാറ്റിവെക്കാറില്ലേ, അതുപോലെ യൂട്രസ് ഇല്ലാത്ത സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാനായിട്ട് മറ്റൊരു വ്യക്തിയിൽ നിന്ന് യൂട്രൈൻ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായിട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ലോകത്ത് ഇന്ന് വരെ ഒരു പുരുഷനും ഇത്തരം സർജറികൾ വിജയകരമായിട്ടില്ല. പറഞ്ഞ എന്താണെന്ന് കേട്ടല്ലോ. അതായത് ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യം ഒരു ആണായിട്ട് പിറന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു അമ്മയാകാനായിട്ട് പറ്റത്തില്ല. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇതിപ്പം വെറുതെ പബ്ലിക്കിനെ കോമാളിയാക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ജനങ്ങളാരും ഇതോടെ പൊട്ടന്മാരെങ്ങാണോ? എന്തോ നിങ്ങൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? ചുരുക്കത്തില് എക്സ്റ്റേണൽ അവയവങ്ങളിലൊക്കെ സർജറി നടത്തി സ്ത്രീകളെ പോലെ ആക്കാം, സ്ത്രീകളുടെ ഹോർമോൺ സപ്ലിമെന്റ്സ് എടുക്കാം എന്നല്ലാതെ ഫംഗ്ഷനിങ് ആയിട്ടുള്ള യൂട്രസോ ഓവറിയോ ഇവരിൽ തുന്നി പിടിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. യൂട്രസ് ഇല്ലാത്തിടത്ത് എന്ത് ഗർഭം? അപ്പൊ ഇവർക്ക് സ്വന്തമായിട്ട് കുഞ്ഞുണ്ടാവണമെങ്കിൽ എന്താ ചെയ്യുക? സർജറിക്ക് മുമ്പായിട്ട് അവരുടെ ബീജം എടുത്ത് പ്രിസർവ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു സറഗേറ്റ് മദറിനെ എടുത്ത് വാടക ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് കുഞ്ഞുണ്ടാക്കൽ മാത്രമാണ് പോകാൻ വഴി. ഏതൊരു സ്ത്രീയുടെയും ലൈഫിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഭാഗങ്ങളാണ് പ്രഗ്നൻസിയും ചൈൽഡ് ബർത്തും ഒക്കെ. അതൊന്നും ഇങ്ങനെ ഫേക്ക് ചെയ്യപ്പെടുന്ന ഒന്നല്ല. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ കാരണം ഒരാളുടെയെങ്കിലും തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റട്ടെ എന്നും നമ്മൾ കാരണം ഒരാളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കട്ടെ എന്നും ആയിരിക്കട്ടെ നമ്മുടെ മോട്ടോ. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് എന്ത് തോന്നിവാസം കാണിക്കുന്ന ഒന്നായിട്ട് നിങ്ങൾ മാറ്റി തിരിക്കരുത്. അതായത് ആൾക്കാരെയൊക്കെ ലിറ്ററലി വന്നിരുന്ന് പറ്റിക്കുവാണ്. ഇതിന് താഴെ വന്നേക്കുന്ന കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വില സ്വയം കളയുന്നത്. ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. സ്ത്രീകൾ ഇതിനെതിരെ കേസ് കൊടുക്കണം. പ്രസവം എന്ന് പറയുന്നത് കുട്ടികളിയല്ല. ഭാഗ്യം വായിക്കുന്നില്ല. സ്ത്രീകളെയും ഗർഭത്തെയും ആ സമയങ്ങളിൽ അനുഭവിക്കുന്ന വിഷമങ്ങളെയും പരിഹസിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു അമ്മയാവുക എന്നത് മഹത്വമായ ഒരു കാര്യമാണ്. അതിന് അങ്ങനെ പബ്ലിക്കായി പരിഹസിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇത് ഓരോ സ്ത്രീകളും വന്നിട്ട് ജാസിയുടെ വീഡിയോയുടെ താഴെ ഇട്ടേക്കുന്ന കമൻ്റാണ്. അപ്പോൾ ജാസി ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കേട്ടല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെയൊക്കെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് നിങ്ങളിവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരാളുടെ വീഡിയോ ഞാൻ കാണിക്കാം. ഞാൻ ഈ ചങ്ങായിനില്ല ഇതുവരെ ഒരു നെഗറ്റീവ് കമന്റ് ഒന്നും അങ്ങനെ ഒരുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം ഈ കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടില്ല. ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞിട്ടുള്ള പബ്ലിക്കിനെ ഒരുമാതിരി പൊട്ടന്മാറാക്കിയിട്ടുള്ള ജാസി അത് ശുദ്ധ ചെറ്റത്തര കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, ഈ ഗർഭം ധരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തൊരു പവിത്രമായ ഒരു സംഭവമാണ്. അതിനെ ഇങ്ങനെ നോർമലൈസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഈ റീച്ചിന് വേണ്ടിയിട്ടില്ലേ, റീച്ചിന് വേണ്ടി ചെറ്റത്തരം കാണിക്കരുത്. ഇതാണ് ആൾക്കാരെല്ലാവരും പറയുന്നത്. ഇനി ഇതിൻ്റെ ജാസിയുടെ കുറച്ച് മറുപടിയൊക്കെ ഉണ്ട്. ജാസി എല്ലായിടത്തും പറയുന്നത്, ചിലയിടത്ത് പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഭയങ്കര രീതിയിൽ സ്ഥാപിക്കുവാണ്. അതാണ് അതിലും വലിയ കോമഡി. എന്നാൽ ഈ വ്യക്തിക്ക് വേണമെങ്കിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാം എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറയാം. എന്നും പറഞ്ഞിട്ട് വയറ്റിലങ്ങാണ്ട് തലേണ എടുത്ത് വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെയുള്ള കോപ്രായം കാണിക്കുക എന്ന് പറയുന്നത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? ആണ്, സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി ഞാൻ നോണ പറയുന്നല്ല. സീരിയസ്ലി സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ വെറുതെ പറയാം, ഫേക്ക് അല്ല അത്. ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തു വന്നത്. ഞാൻ ചുരിദാറിൽ ഇടാറ്. സാരി എടുത്ത് വന്നത് അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വയറ് കാണത്തില്ലേ. മാഷ പറയല്ലോ കേട്ടോ, നിങ്ങളിപ്പോ ചിരിക്കുന്നില്ലേ? നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ. അല്ല, നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേ, നിങ്ങൾക്ക് കാണാം. ഞാൻ എന്താ സത്യമായിട്ട് യാതൊരു ബോധം എന്ന് പറയുന്നത് ഇല്ല. അതാണ് ഇതിന്റെ വാസ്തവം. അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് പറയുമോ ഞാൻ പ്രഗ്നന്റ് ആണ്, ഞാൻ സാരി എടുത്ത് വെച്ചിരിക്കുന്നത് എന്റെ വയറ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുവാടേ ഇത്? ഞങ്ങള് പൃഥ്വിരാജിനെ പോലെയാണ്. ഞങ്ങള് ജനിച്ച കുഞ്ഞിനെ ഞങ്ങള് ഒരു 8 വയസ്സ് വരെ പുറത്ത് കാണിക്കില്ല. പേര് കണ്ടെത്തിയോ? അറബിക് പേര്. ആ പേരൊന്നും ഒന്നും സൂചന ഈ കോമാളിത്തരമൊക്കെ കേട്ട് വിശ്വസിക്കാൻ കുറച്ച് മീഡിയക്കാരും ഇവർക്കൊക്കെ പ്രതികരിച്ചുകൂടെ ഈ ഒരു കാര്യത്തിൽ. എന്തൊക്കെ ഇവർ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. ഇനി ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു വിഷയത്തിൽ. അതായത് നാട്ടുകാരുടെ പ്രതികരണം, നാട്ടുകാർ ഭയങ്കര രീതിയിൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചപ്പോഴത്തേക്ക് ഇവരുടെ എക്സ്പ്ലനേഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എന്താണ് ജീവിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്റെ റൈറ്റ് ആണ്.
അതെ എന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയവാസം കാണിച്ചു കഴിഞ്ഞാലും ആക്സെപ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നിങ്ങൾക്ക് ഏത് വസ്ത്രങ്ങൾ വേണമെങ്കിലും ധരിക്കാം, ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള തോന്നിയവാസം കാണിക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്? അപ്പൊ ഞാൻ മാത്രമാണ് ഇവിടെ അമ്മയാവാൻ പോകുന്നത് പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സ്. ഇതിനു മുമ്പ് പല ആൾക്കാരും, ഞാൻ പേരെടുത്ത് പറയുന്നത്, പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. വനിതയിലടക്കം അവരെ ഫീച്ചേഴ്സ്. അവരാരും ഇങ്ങനൊന്നും വന്നിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെയുള്ള തോന്നിയവാസം ഒന്നും കാണിച്ചിട്ടില്ല. പല ആൾക്കാരും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെല്ലാവരും ഇങ്ങനെ ജാസി കണക്ക് ഇങ്ങനെ ഓരോ റീലും എടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് വരുന്ന സമയത്ത് ഞാൻ സാരി കൊടുത്തിരിക്കുന്നത് വയറ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെയുള്ള രീതിയിൽ അവരെങ്ങും എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. അവരുടെയൊക്കെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പലയിടത്തും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതിപ്പം കംപ്ലീറ്റ്ലി ഈ കമ്മ്യൂണിറ്റിയും കൂടെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അവർ കാണിച്ചു കൂട്ടുന്നത്. ഇതിനൊന്നും ഒരു മനുഷ്യർക്കും പ്രതികരിക്കാനൊന്നുമില്ലേ? വന്നിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഞാൻ പറയുമ്പോൾ ഭയങ്കര വലിയ സംഭവം. രഞ്ജിമാർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരൊന്നും പറയുമ്പോൾ പ്രശ്നമില്ല, ഞാൻ പറയുമ്പോൾ മാത്രം ഭയങ്കര സംഭവം. ആ ഗ്രൂപ്പിൽ, ഞാൻ ഇല്ലാത്ത ഗ്രൂപ്പിൽ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ ഇല്ലാത്ത ഗ്രൂപ്പിൽ എന്നെയും എന്റെ ഭർത്താവിനെയും കുറിച്ച് അല്ലെങ്കിൽ എന്റെ പാർട്ണറിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി ഞാൻ കേസ് ഫയലായി ചെയ്യുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും കേസ് കൊടുക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്യും. പക്ഷേ നാട്ടുകാരെ ഇതണക്ക് പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള പരിപാടികൾ കാണിക്കാതിരിക്കുക. ഇത്രയും എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവറാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പല മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ അതിനൊരിക്കലും നിങ്ങൾ ഈ സകല സ്ത്രീകളെയും ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള പ്രവൃത്തി കാണിക്കരുത്. അതായത് ഈ പ്രസവ സമയത്ത് സ്ത്രീകളുടെ ഇമോഷൻസും അവരുടെ ആ ഒരു എന്ത് പറയണ്ട അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസും ഇതെല്ലാം നിങ്ങൾ ഒരുമാതിരിയില്ല ഫേക്ക് ചെയ്തിട്ട് അവരെയൊക്കെ കളിയാക്കുന്ന രീതിയിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ഇതൊക്കെ അംഗീകരിക്കുന്ന കുറേ വിഡ്ഢികളായിട്ടുള്ള ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ ഞാൻ ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.